തിരുവനന്തപുരം ട്രിപ്പിന്റെ സെക്കൻഡ് ഡേ ഉച്ച കഴിഞ്ഞിരിക്കുകയാണ്. അരുവിക്കര ഡാമിന്റെയും തിരുവനന്തപുരം സൂവിന്റെയും കാഴ്ചകൾക്ക് ശേഷം ഇന്നത്തെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഞങ്ങളുടെ ബൈക്ക് യാത്ര തുടരുന്നു. വിഴിഞ്ഞം ഹാർബർ റോഡിൽ നിന്നും ലൈറ്റ് ഹൗസ് റോഡിൽ കൂടി വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലേക്കാണ് യാത്ര. തിരിഞ്ഞാലും പിരിഞ്ഞാലും സായിപ്പിനെയും മദാമയും മുട്ടാതെ നടക്കാനൊക്കാത്ത ഏരിയയാണ്. ഉയർന്ന റോഡിൽ നിന്നും കടൽ തീരത്തേക്കുള്ള ഇറക്കത്തിന്റെ ഇരുവശങ്ങളിലും ഹോട്ടലുകളും ടൂറിസ്റ്റ് സ്റ്റേകളും. അങ്ങനെ ഒടുവിൽ ലൈറ്റ് ഹൗസിന്റെ പുറത്തെ ഗേറ്റിലെത്തി ഇറങ്ങി. ടിക്കറ്റ് എടുക്കുവാണ്. എൻട്രി ഫീയും പാർക്കിംഗ് ഫീയും ഫോട്ടോഗ്രാഫിയുടെ ചാർജും എല്ലാം ചേർന്ന ടിക്കറ്റ് കളക്ട് ചെയ്തു. വാഹനം പാർക്ക് ചെയ്യുവാണ്. വാതിലിൽ തന്നെ ആനയുടെ ഒരു ശില്പമുണ്ട് അവിടെ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. എല്ലാവർക്കും രമേഷ് ആൻഡ് സുരേഷ് ബോക്സിൻ്റെ പുതുപുത്തന വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. ഞങ്ങളിപ്പോൾ വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൽ കാണാൻ എത്തിയിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ തൊട്ട് പുറയിൽ വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് ഉണ്ട്, അത് കയറി കാണാം. അതിൻ്റെ മുകളിൽ നിന്നുള്ള ടോപ്പ് വ്യൂ കാണാം. എനിക്ക് തോന്നുന്നു അവൻ്റെ മുകളിൽ നിന്ന് ചിലപ്പം വിഴിഞ്ഞം പോർട്ട് പോയിട്ട് കാണാൻ പറ്റുമായിരിക്കും. അതെ, അവിടെ വരുന്ന കപ്പലിൻ്റെ കുറേ കളക്ഷൻസ് കാണാൻ പറ്റും. പിന്നെ ദൂരത്തായിട്ട് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും. നമുക്ക് എന്തായാലും മേലോട്ട് കയറി നോക്കാം. ഞങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. ഒരാൾക്ക് 20 രൂപ നോർമലി ഓരോരുത്തർക്ക്, പിന്നെ ഫോട്ടോഗ്രാഫി 10, പാർക്കിംഗ് 10. ആകെ മൊത്തം 60 രൂപ മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും മേലോട്ട് കയറി കാഴ്ചകൾ കണ്ടു നോക്കാം അല്ലേ? അതെ, നല്ല ഉഷ്ണമുണ്ട്. ഇപ്പോൾ ഉച്ചയായിരുന്നു. 2:30 ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പം വൈകുന്നേരം ഇനി വിഴിഞ്ഞം പോർട്ടൂടെ കാണാനുള്ള പ്രതീക്ഷയിലാണ്. നമുക്ക് ലൈറ്റ് ഹൗസിൻ്റെ മേലോട്ട് പെട്ടെന്ന് കയറാം. നമ്മൾ ഇതിനു മുമ്പ് കേരളത്തിനകത്തും പുറത്തുമായി 5 ലൈറ്റ് ഹൗസുകളുടെ വ്ലോഗ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഒരു പ്രത്യേക പ്ലേലിസ്റ്റ് ആക്കിയതിന്റെ ലിങ്ക് ചുവടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലൈറ്റ് ഹൗസുകൾ മറ്റ് ടൂറിസ്റ്റ് പ്ലേസിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതിന്റെ ചരിത്ര പ്രാധാന്യം കൊണ്ടും മാറുന്ന കാലഘട്ടങ്ങൾ തോറും ഉണ്ടാകുന്ന ടെക്നോളജിക്കൽ അപ്ഡേറ്റ് കൊണ്ടും അത് നിലനിൽക്കുന്ന ജിയോഗ്രഫിക്കൽ സ്റ്റാറ്റസ് കൊണ്ടും സന്ദർശകർക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന കരയുടെയും കടലിന്റെയും കൂടിച്ചേരലിന്റെ കാഴ്ച കൊണ്ടും സാധാരണ കാണുന്ന ഉയരത്തിനും അപ്പുറത്തുനിന്ന് കിട്ടുന്ന പിക്ചറിന്റെ ഫ്രെയിം കൊണ്ടുമൊക്കെ വളരെ വ്യത്യസ്തമാണ്. പിന്നെ ഞങ്ങളുടെ അനുഭവത്തിൽ ഏത് നെഗറ്റീവ് കാലാവസ്ഥയും പോസിറ്റീവാക്കി മാറ്റാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമാണ് ചുരുക്കത്തിൽ. പ്രത്യേകിച്ച് അവിടെ നിൽക്കുന്ന എംപ്ലോയീസ് കൂടി നന്നായി ഇടപെടുന്നവരാണെങ്കിൽ തികച്ചും വർത്തായിരിക്കും ഈ വിസിറ്റ്. വിശാലമായ പാർക്കിംഗ് ഫെസിലിറ്റി, ഓടുകൾ പാകി വൃത്തിയാക്കിയിരിക്കുന്ന കോമ്പൗണ്ട്, കളർഫുള്ളായി പെയിന്റ് ചെയ്തിരിക്കുന്ന മനോഹരമായ ലൈറ്റ് ഹൗസ്, പിന്നെ ഗാർഡൻ, കുട്ടികളുടെ പാർക്ക്, അങ്ങനെ കുറേ സെറ്റപ്പുകൾ. ഇത് കൂടാതെ വേറെയും ചില പരിഷ്കാരങ്ങൾ വന്നുവെന്ന് കേട്ടു. സമയം കളയാതെ ചെരിപ്പൂരി വെളിയിലിട്ടിട്ട് അകത്തെ മുറിയിൽ അത്യാവശ്യം വെള്ളവും ക്യാമറയും കയ്യിലെടുത്ത് ബാഗ് താഴെ നിൽക്കുന്ന ആളെ ഏൽപ്പിച്ച് നേരെ പടി കയറുവാണ്. അല്പം പടി കയറിയിട്ടാണ് ലിഫ്റ്റ് സൗകര്യം. You should buy your spices for poaching. You can't take them from the prices. Follow that. You do. Not the stuff. തുറക്കളിയാ കുത്തലിയാ. ഈ വിലയ്ക്ക് വരുമ്പോൾ ലിഫ്റ്റ് ഉള്ളത് നല്ലതാണ്. അല്ല, ഏത് വിലയ്ക്ക് നമ്മൾ ഈ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോഴത്തേക്ക് ക്ഷീണിച്ചു പോകും. നമ്മൾ ഏതോ ഒരെണ്ണത്തിനകത്ത് അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. ഇതെന്തുള്ള പ്രത്യേക ഫോണൊക്കെ നമുക്ക് വീട്ടിൽ വിളിച്ചാലായിരിക്കും. അതെ, എമർജൻസി ആയിരിക്കും.
ഇതിവിടെ ഇങ്ങനെ നോക്കുമ്പോഴും നമുക്ക് പുറത്തെ കാഴ്ച തീർന്നു. മുകളിലെത്തി എത്തി തുറക്കുന്നു. Holy shit. കണ്ട കുറച്ചുകൂടെ മേലോട്ട് പോകാനുണ്ട്. Let's go to the top. വിഷ്ണു, where are you man? Where are you? ഓ ഇവിടുന്ന് കൊണ്ട് സ്റ്റെയർ കേട്ടോ. ഇത് ഇവിടുന്ന് നല്ല അന്യായ കാറ്റുണ്ട് സുഹൃത്തുക്കളെ, അന്യായ കാറ്റ്. ചിലപ്പോൾ ഇതിൻ്റെ മുകളിൽ ചെന്ന് മുഖം കാണിക്കാൻ പറ്റിയില്ലെങ്കിലും ഒടുക്ക വെയിലായിരിക്കും. ഒരു സൈഡ് കാണാം, ഒരു സൈഡ് എല്ലാവരും കാണാം. അത് ഉച്ചയല്ലല്ലോ, വൈകുന്നേരം അതിനനുസരിച്ച് 2:30 ആയിട്ടേ ഉള്ളൂ. ഇവിടെ വേണ്ട ഇൻവെർട്ടർ സിസ്റ്റം ഒക്കെ. അപ്പോൾ കറണ്ട് പോയാലും ലിഫ്റ്റ് വർക്ക് ചെയ്യുമെന്ന് ഉറപ്പാണ്. ലെറ്റ്സ് ഗോ ടു ദ ടോപ്പ്. ആ ഇവിടുന്ന് പിന്നെ കുത്തനെയാണല്ലോ, നമുക്ക് കയറാനുള്ളതാണോ അത്? ആക്കതി എന്നിട്ട് നോക്കാം. അതെ അതെ, നമുക്കുള്ളത് തന്നെ. മുകളിലേക്കുള്ള പടികൾ കയറുവാൻ അല്പം ഡിഫിക്കൽട്ട് ആണെങ്കിലും സൂക്ഷിച്ചു കയറിയാൽ മതി, പ്രശ്നമില്ല. മുകളിലെത്തിയാൽ പല നാട്ടുകാർ, പല ഭാഷക്കാർ, ദേശക്കാർ, പല പ്രായക്കാർ എല്ലാവരെയും കാണാം. സാധാരണ കാണുന്ന ചില കാഴ്ചകൾക്കും അപ്പുറം ചിലതും. പൂവാറിന് അടുത്ത് കോവളത്തെ ബീച്ചിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വിഴിഞ്ഞം വിളക്കുമാടം. പ്രത്യേകിച്ച് വൈകുന്നേരത്തെ സൂര്യാസ്തമയ സമയത്ത് കടലിന്റെ മനോഹരമായ കാഴ്ച നൽകുന്ന കേരളത്തിലെ ഏറ്റവും വലിയ വിളക്കുമാടങ്ങളിലൊന്ന്. വിഴിഞ്ഞം വിളക്കുമാടം സ്ഥിതി ചെയ്യുന്നത് ചെറിയ കുറുങ്കൽ കുന്നിന്റെ മുകളിലാണ്. തെങ്ങുകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ലൈറ്റ് ഹൗസ് ബീച്ച് സർഫിങ്ങും മോട്ടോർ ബോട്ടിങ്ങും ഉൾപ്പെടെ നിരവധി സാഹസിക വിനോദങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വിളക്കുമാടങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് ഇതിപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തിരക്കേറിയ തുറമുഖമായിരുന്നു. ഇരുപതാം നൂറ്റാണ്ടിൽ ഈ സ്ഥലത്ത് വിഴിഞ്ഞം വിളക്കുമാടം നിർമ്മിച്ചു. വിഴിഞ്ഞം ലൈറ്റ് ഹൗസ് കാരണമാണ് അടുത്തുള്ള ബീച്ചിനെ ലൈറ്റ് ഹൗസ് ബീച്ച് എന്ന് വിളിക്കുന്നത്. തിങ്കൾ ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയുമാണ് ഇവിടുത്തെ സന്ദർശന ടൈം. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. മുകളിലേക്ക് കയറുന്നവർ ശ്രദ്ധിക്കേണ്ടത് വെയിൽ സമയമാണെങ്കിൽ തലയിൽ തൊപ്പി കൂടാതെ കുടിവെള്ളവും കൂടെ കരുതുക. വിസിറ്റേഴ്സിനെ വരവേറ്റ് നിൽക്കുന്ന കൂട്ടൻ ജിറാഫും ചിമ്പാൻസിയും ആനയുമാണ് താഴത്തെ കാഴ്ചകൾ. ഇവിടം ഇപ്പോൾ സെൽഫി പോയിന്റായി മാറിക്കഴിഞ്ഞു. വിഴിഞ്ഞം ലൈറ്റ് ഹൗസിൽ ഇപ്പോൾ സന്ദർശകരുടെ തിരക്കാണ്. വെക്കേഷൻ തുടങ്ങിയാൽ 1 മാസം ലക്ഷങ്ങളാണ് ടിക്കറ്റ് വരുമാനമായി ലഭിക്കുന്നത്. ലൈറ്റ് ഹൗസിൽ നിന്ന് ബീച്ചിലേക്ക് ആകർഷകമായ മേൽക്കൂരയോട് കൂടിയ പുതിയ നടപ്പാത, സഞ്ചാരികൾക്കായി ചെറിയ വിശ്രമ കേന്ദ്രങ്ങളും കുട്ടികളുടെ പാർക്കും, വെർട്ടിക്കൽ രീതിയിലുള്ള പൂന്തോട്ടവും, കഫറ്റീരിയ, ഉരുളൻ കല്ലുകൾ കൊണ്ടുള്ള അക്വാ പ്രഷർ പാത തുടങ്ങിയവയാണ് പുതിയ പരിഷ്കാരങ്ങൾ. ഇനിയും വരാൻ പോകുന്നത് പുസ്തക ലൈബ്രറി, കരകൗശലശാലയും സുവനീർ ഷോപ്പും തുടങ്ങിയവയാണ്. അന്താരാഷ്ട്ര മറൈൻ ട്രാക്കറായ മറൈൻ ട്രാഫിക് പുറത്തിറക്കിയ മികച്ച ലൈറ്റ് ഹൗസുകളുടെ പട്ടികയിൽ വിഴിഞ്ഞവും ഇടം പിടിച്ചിരുന്നു. 2020 ഓഗസ്റ്റ് മാസത്തിൽ പുറത്തിറക്കിയ 5 മികച്ച ലൈറ്റ് ഹൗസുകളുടെ ലിസ്റ്റിലാണ് ഈ നേട്ടം. കേരവൃക്ഷങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ചുറ്റുപാടിൽ വിഴിഞ്ഞം ലൈറ്റ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണെന്നും സ്തംഭത്തിലെ ചുവപ്പും വെള്ളയും നിറങ്ങൾ ആകർഷകമാണെന്നും മറൈൻ ട്രാഫിക് വിലയിരുത്തി. ഇന്ത്യയിൽ നിന്ന് ആ മാസം ഉൾപ്പെടുന്ന ഏക ലൈറ്റ് ഹൗസായിരുന്നു അത്. 37 നോട്ടിക്കൽ മൈൽ ദൂരം ലൈറ്റ് ഹൗസിൽ നിന്നുള്ള പ്രകാശമെത്തും. വിളക്കുമാടം സമൃദ്ധമായ തെങ്ങിൻ തോപ്പിനാലും കടൽ തീരങ്ങളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇത് ഫോട്ടോഗ്രാഫിക്കോ അല്ലെങ്കിൽ ശാന്തമായ അന്തരീക്ഷം ആസ്വദിക്കാനോ ഉള്ള മനോഹരമായ ഒരു ക്രമീകരണമാക്കി മാറ്റുന്നു. ചുവപ്പും വെള്ളയും നിറങ്ങളിലുള്ള ബാൻഡുകൾ അതിനെ കാഴ്ചയിൽ ശ്രദ്ധേയമാക്കുന്നു. കൂടാതെ ഇത് തീരപ്രദേശത്തിന്റെ സമുദ്ര പാരമ്പര്യത്തിന്റെ പ്രതീകമായി നിലകൊള്ളുന്നു. വിഴിഞ്ഞം വിളക്കുമാടം ഒരു പ്രവർത്തന സൗകര്യം മാത്രമല്ല, ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്.
1972 ജൂൺ 30-നാണ് ഇപ്പോൾ വിഴിഞ്ഞത്തുള്ള ലൈറ്റ് ഹൗസ് കോവളം ഹവാ ബീച്ചിനോട് ചേർന്ന് സ്ഥാപിച്ചതും ലൈറ്റ് സർവീസിംഗ് തുടങ്ങിയതും. 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലും വിഴിഞ്ഞം തിരക്കേറിയ തുറമുഖമായിരുന്നു. ലോകപ്രശസ്തമായിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രതാപകാലത്തിന് ശേഷമാണ് ഈ വിളക്കുമാടം സ്ഥാപിച്ചത്. അതിനു മുമ്പ് ഇവിടെ ഒരു കൊടിമരമായിരുന്നു ഉണ്ടായിരുന്നത്. 8-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെ ആയി രാജവംശത്തിന്റെ ആഗോള പ്രശസ്തമായ ഒരു തുറമുഖമായിരുന്നു വിഴിഞ്ഞം. പിന്നീട് വിഴിഞ്ഞം തുറമുഖം ചോള രാജവംശത്തിന്റെയും പാണ്ഡ്യ രാജാക്കന്മാരുടെയും വേണാടിന്റെയും ഒടുവിൽ തിരുവിതാംകൂറിന്റെയും ഭാഗമായി. 36 മീറ്റർ അഥവാ 118 അടി ഉയരമുള്ള സിലിണ്ടർ ആകൃതിയിലുള്ള ടവറാണിത്. പെയിന്റ് അടയാളങ്ങൾ ചുവപ്പും വെള്ളയും ബാൻഡുകളാണ്. മെറ്റൽ ഹാലൈഡ് ലാമ്പുകളും ഡയറക്ട് ഡ്രൈവ് മെക്കാനിസവും ലൈറ്റ് ഹൗസ് സജ്ജീകരിച്ചിരിക്കുന്നു. ഈ ലൈറ്റ് സോഴ്സ് 2003 ഏപ്രിൽ 30-നാണ് പരിഷ്കരിച്ചത്. ഇപ്പോഴാണെങ്കിൽ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ ലൈറ്റ് ഹൗസ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ്. മെറ്റൽ അലൈഡ് ലൈറ്റിംഗ് സംവിധാനവും ഒപ്റ്റിക്കൽ ലെൻസും ഉപയോഗിച്ചുള്ള ലൈറ്റ് ഫ്ലാഷിംഗ് ആണ് ഇവിടെയുള്ളത്. ഇവിടുത്തെ പ്രധാന കാഴ്ചകളിൽ മറ്റൊന്ന് ദൂരെ കാണുന്ന വിഴിഞ്ഞം തുറമുഖമാണ്. എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വിശാലമായ വീഡിയോ അടുത്തു തന്നെ വരുന്നതുകൊണ്ട് അധികം സൂം ചെയ്ത് അവിടുത്തെ കാഴ്ചകൾ ഇപ്പോൾ കാണിച്ച് അതിന്റെ സസ്പെൻസ് കളയുന്നില്ല. കാണാം തുടർന്ന് വരുന്ന വീഡിയോകളിൽ അതിന്റെ മനോഹരമായ കാഴ്ചകളും സംവിധാനങ്ങളും. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അടിപൊളി സീനായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു വിഴിഞ്ഞം ലൈറ്റ് ഹൗസ്? അടിപൊളി കാഴ്ചയായിരുന്നു. നല്ല ഭയങ്കര സുന്ദരമായിരുന്നു. നല്ല രസമാണ്. കുറേ കാഴ്ചകളുണ്ട് കാണാൻ വേണ്ടി. ഈ അടിച്ചു പൊളിക്കാന്നൊക്കെ പറഞ്ഞില്ലേ, ലൈറ്റ് ഹൗസിന്റെ കാഴ്ച തന്നെയാണ്. ഇഷ്ടംപോലെ ലൈറ്റ് ഹൗസിന്റെ കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു വെറൈറ്റിയാണ്. കടലിന്റെ ആ ഒരു കളറ് എല്ലാം അടിപൊളി ബ്ലൂയിഷ് നിറം, ഭയങ്കര അടുത്തിട്ട് കാണാനൊക്കുന്ന ഒരു ഷോറാണ് നമ്മുടെ ഈ ഭാഗത്ത് കാണുന്നത്. അറിവുകൾ പകരുന്ന ഉണർവേകുന്ന കാഴ്ചകൾ നിറഞ്ഞ യാത്രകൾ തുടരുന്നു. ചേരാം ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റിലൂടെ രേഖപ്പെടുത്തൂ. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യൂ. അടുത്ത മനോഹരമായ വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.